തൃശൂർ കൊടുങ്ങല്ലൂരിൽ കൊലക്കേസ് പ്രതിയെ ക്രൂരമായി മർദ്ദിച്ച് ജനനേന്ദ്രിയം തകർത്ത സംഭവത്തിൽ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ പുറത്ത്. ആലപ്പുഴ സ്വദേശി സുദർശന് എറണാകുളം കൂനമ്മാവിലെ അഗതി മന്ദിരത്തിൽ വെച്ചാണ് മർദ്ദനമേറ്റതെന്ന് പോലീസ് കണ്ടെത്തി. സഹ അന്തേവാസിയുടെ അതിക്രൂര പീഡനത്തിലാണ് സുദർശന് ഗുരുതരമായി പരിക്കേറ്റത്. സംഭവത്തിൽ അഗതി മന്ദിരവുമായി ബന്ധപ്പെട്ട 3 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. പാസ്റ്റർ ഉൾപ്പെടെ 3 പേരാണ് പിടിയിലായത്. നമ്മൾ 22-ാം തീയതിയാണ് അറിയിക്കുന്നത്. 22-ാം തീയതി 7 മണിക്കാണ് കുടുംബ പോലീസ് നമ്മുടെ വയലാർ വീട്ടിൽ പറയുന്നത്. 24-ാം തീയതി നമ്മുടെ സ്റ്റേഷനിൽ രാവിലെ അവിടെ നിന്ന് ബസ്സിന് 9:30 മണിയായപ്പോൾ അവിടെ റോട്ടിൽ കിടന്ന് ഇങ്ങനെ കിട്ടി അങ്ങനെ അവർ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കിയെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. എനിക്ക് 21-ാം തീയതി കിട്ടിയെന്ന് പറഞ്ഞു. അപ്പോൾ ഈ കഴിഞ്ഞപ്പോഴാണ് നമ്മൾ അരൂരി എന്ന് കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെ അരൂരി ഈ സംഭവമൊക്കെ നമ്മൾ വഴക്കുണ്ടായി അരൂരി. അത് കഴിഞ്ഞ് ഞാൻ 24-ാം തീയതി അമ്മയുടെ അടിയന്തരം കഴിഞ്ഞ് അന്ന് വൈകുന്നേരം ഇവിടെ വരുന്നത്. അത് കഴിഞ്ഞാണ് ഇങ്ങനെ ഓരോ സംഭവങ്ങൾ. ശരീരമാസകലം പരിക്കേറ്റ നിലയിലാണ് 42-കാരനെ കണ്ടെത്തിയത്. ശരീരമാസകലം കത്തികൊണ്ട് കുത്തേറ്റ മുറിവുകളും മറ്റ് മർദ്ദനവും ഇയാൾക്കേറ്റിരുന്നു. ക്രൂരമായ ആക്രമണത്തിൽ സുദർശന്റെ കാഴ്ചയ്ക്ക് തകരാർ സംഭവിച്ചിട്ടുണ്ട്. ആരോഗ്യനില ഗുരുതരമായി ചികിത്സയിൽ തുടരുന്നതിനാൽ എന്താണ് സംഭവിച്ചതെന്ന് ഇപ്പോഴും വ്യക്തതയില്ല. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ഡാനി ഇപ്പോൾ ചേരുന്നുണ്ട്. ഡാനി, കഴിഞ്ഞ ദിവസമാണ് ഈ സുദർശനെ തൃശൂർ കൊടുങ്ങല്ലൂരിൽ നിന്നും കണ്ടെത്തിയത്. അതായത് ഈ കൂനമ്മാവിൽ വെച്ച് ഒരു അഗതി മന്ദിരത്തിൽ വെച്ചുണ്ടായ സംഭവമാണ്. അതിനുശേഷം കൊടുങ്ങല്ലൂർ കൊണ്ടുപോയി ഉപേക്ഷിച്ചതെന്നാണ് അറിയുന്നത്. നിലവിൽ പാസ്റ്റർ ഉൾപ്പെടെ 3 പേർ ഈ കേസുമായി ബന്ധപ്പെട്ട് പിടിയിലായിട്ടുണ്ട്. എന്താണ് ആക്രമണത്തിന് കാരണമെന്ന് വ്യക്തമായിട്ടുണ്ടോ ഡാനി? ടോം, ഇതിൽ പിടിയിലായ 3 പേരെയും പോലീസ് ചോദ്യം ചെയ്ത് വരികയാണ്. കാരണം ഇതിൻ്റെ ഒരു വിശദാംശങ്ങൾ കൂടി അറിയാനുണ്ട്. ഇത് അഗതി മന്ദിരത്തിൽ വെച്ചാണ്, അതായത് കൂനമ്മാവിലുള്ള അഗതി മന്ദിരത്തിൽ വെച്ചാണ് ഈ MA സുദർശൻ എന്ന് പറയുന്നയാൾ ആക്രമണത്തിന് ഇരയായതെന്നാണ് ഇപ്പോൾ പോലീസ് ഒടുവിൽ സ്ഥിരീകരിക്കുന്നത്. അപ്പോൾ അതിനുണ്ടായ കാരണം എന്താണ്? കാരണം വലിയ മാരകമായ മുറിവുകളാണ് ഇയാളുടെ ശരീരത്തിലുള്ളത്. കത്തികൊണ്ട് ദേഹമാസകലം മുറിവേൽക്കുകയും അതോടൊപ്പം തന്നെ ജനനേന്ദ്രിയം ഛേദിക്കുകയും ചെയ്ത ഒരവസ്ഥയിലായിരുന്നു ഇയാളെ കണ്ടെത്തുന്നത്. അത് ഇവിടെ വെച്ചാണ് ഈ കൂനമ്മാവിലുള്ള ഈ ആശ്രമത്തിൽ വെച്ചാണ്, കൂനമ്മാവിലുള്ള ഈ കേന്ദ്രത്തിൽ വെച്ച ഈ ആക്രമണം നടത്തുകയും വലിയ രീതിയിൽ മുറിവേൽക്കുകയും ചെയ്തെങ്കിൽ വളരെ ആസൂത്രിതമായി ഇവർ കൊടുങ്ങല്ലൂരിൽ കൊണ്ടുപോയിട്ട് ഉപേക്ഷിക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ ഇതെന്താണ് ഇതിന് പിന്നിലുള്ള കാരണം? കാരണം ഇയാളും ഇതേ അന്തേവാസിയായിരുന്നു, ഈ ആശ്രമം ഇവിടുത്തെ ഒരു അന്തേവാസിയായിരുന്നു ഇയാൾ ഉണ്ടായിരുന്നത്. സുദർശൻ്റെ ഒരു ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളാണ്. കൊലപാതക കേസുകളിലടക്കം പ്രതിയായിട്ടുള്ള ആളാണെന്നാണ് പോലീസിൻ്റെ ഒരു അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുള്ളത്. അപ്പോൾ ഇയാളുടെ ഒരു പശ്ചാത്തലത്തിൽ ഇങ്ങനെയൊരു അപകട സാധ്യത അത് പുറത്തു വെച്ചാണെങ്കിൽ ഒരുപക്ഷെ അത് വേറെ മറ്റേതെങ്കിലും രീതിയിൽ ഗുണ്ടാക്രമണമോ മറ്റെന്തെങ്കിലും ആകാം എന്ന രീതിയിലുള്ളൊരു പ്രാഥമികമായ വിലയിരുത്തലടക്കം ഉണ്ടായിരുന്നു. പക്ഷേ പിന്നീടാണ് ഇയാൾ ഇവിടെ ആയിരുന്നു ഉണ്ടായിരുന്നത് എന്നത് കാര്യങ്ങൾ സ്ഥിരീകരിക്കുന്നത്. ഇതിനകത്ത് വെച്ചാണ് ഈ രീതിയിലുള്ളൊരു ആക്രമണം നടന്നിരിക്കുന്നതായും പോലീസിന് വ്യക്തമായിരിക്കുന്നത്. അതിനെ തുടർന്നാണ് ഇവിടെയുള്ള ഈ നടത്തിപ്പുകാരനെ അടക്കം, പാസ്റ്റർ അടക്കം കൊടുങ്ങല്ലൂർ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളത്. ഇവരുടെ വിശദമായ ചോദ്യം ചെയ്യലടക്കം നടന്നു വരികയാണ്. എന്ത് കാരണങ്ങൾ കൊണ്ടാണ് ഇങ്ങനെയൊരു സംഭവം ഉണ്ടാകുന്നത്? അത് മാത്രവുമല്ല, ഇങ്ങനെ ഒരാളെ മുറിവേൽപ്പിക്കുക, അതോടൊപ്പം തന്നെ വളരെ നിഷ്ഠൂരമായിട്ട് തന്നെ ഇയാൾക്ക് പരിക്കേൽപ്പിക്കുക എന്നതിനൊപ്പം തന്നെയാണ് ഇയാളുടെ ജനനേന്ദ്രിയം അടക്കം ഛേദിക്കുക എന്ന രീതിയിലേക്കടക്കം കാര്യങ്ങൾ നിന്നിട്ടുള്ളത്. അപ്പോൾ ഇതിന് തക്കതായ കാരണങ്ങൾ, ഇത് എന്തുകൊണ്ടാണ് ഈ രീതിയിലേക്ക് വളരെ മൃഗീയമായി ഇത് കൊലപ്പെടുത്തണമെന്നൊരു ഉദ്ദേശത്തോടുകൂടി തന്നെ ചെയ്തത് എന്ന രീതിയിലേക്കെല്ലാം തന്നെയാണ് പോലീസ് പറയുന്നത്. അപ്പോൾ എന്താണ് ഇതിനുള്ളൊരു കാരണം, തക്കതായ കാരണം? എന്തായാലും ഞാൻ സൂചിപ്പിച്ചതുപോലെ അതിലാണ് പല രീതിയിലുള്ള സംശയങ്ങളും ദുരൂഹതയും ഉള്ളത്. കാരണം ഈ രീതിയിൽ ക്രൂരമായി മർദ്ദിച്ച് ശരീരമാസകലം കുത്തി പരിക്കേൽപ്പിച്ച് ജനനേന്ദ്രിയം മുറിച്ചു കളയുന്നു. അത്രയും ക്രൂരമായ രീതിയിൽ ഇയാളെ, ഈ സുദർശനെ മർദ്ദിക്കണമെങ്കിൽ അതിന് പിന്നിലൊരു കൃത്യമായ കാരണം ഒരു കുടിപ്പക കാണണം. പ്രത്യേകിച്ചും കൊലക്കേസ് പ്രതിയാണ് ഈ ആക്രമണത്തിൽ ഇരയായ സുദർശനൻ. ഒരു വ്യക്തിവിരോധത്തിൻ്റെ അടിസ്ഥാനത്തിൽ നടത്തിയ ഒരു ആക്രമണം എന്ന് തന്നെ ഇതിനെ കരുതേണ്ടതല്ലേ ഡാനി? ടോം, അവിടെ ഒരു വിഷയമുള്ളത് ഇതിനകത്ത്, ഈ ആശ്രമത്തിനകത്ത് വെച്ച് നടന്ന സംഭവം എന്ന് പറയുന്നു. അപ്പം ഇപ്പോൾ കിട്ടുന്ന ഒരു വിവരമനുസരിച്ച് ഈ അന്തേവാസി ഉപദ്രവിച്ചു എന്ന രീതിയിലേക്കെല്ലാം തന്നെ വരുന്നു. അപ്പോൾ
അയാൾ ആരാണ് എന്നത് അറിയണം. ഇത് കൃത്യമായി ഇയാളെ പിന്തുടർന്ന് വന്ന് ഇവിടെ ഉണ്ടായിരുന്ന ഒരാളാണോ, അതോ ആശ്രമത്തിനകത്ത് ഇനി മറ്റേതെങ്കിലും വിഷയവുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കമാണോ എന്നതാണ് വളരെ കൃത്യമായി അറിയേണ്ട ഒരു വസ്തുത. കാരണം ഇയാളെ ഇത്ര കണ്ട് ക്രൂരമായി മുറിവേൽപ്പിക്കുന്നത് സ്വാഭാവികമായും ആദ്യഘട്ടത്തിൽ വന്നൊരു വാർത്ത എന്ന് പറയുന്നത് ഇയാളുടെ ഒരു ക്രിമിനൽ പശ്ചാത്തലവും എല്ലാം വെച്ചുകൊണ്ട് തന്നെ പറയുന്നത് ഒരു ഗുണ്ട ആക്രമണമാകാം എന്ന രീതിയിൽ തന്നെയായിരുന്നു ഇത് കേസ് മുന്നോട്ട് കൊണ്ടുപോയിരുന്നത്. പിന്നീടാണ് പോലീസ് ചില കാര്യങ്ങൾ പരിശോധിക്കുകയും ഇയാളെ തിരിച്ചറിയുകയും ബന്ധുക്കളിൽ നിന്ന് വിശദാംശങ്ങൾ സ്വീകരിക്കുകയും ചെയ്തു. ആ വിശദാംശങ്ങളിൽ ഉണ്ടായിരുന്നത് ഇയാൾക്ക് ഈ ക്രിമിനൽ പശ്ചാത്തലം കൊണ്ടൊരു ഗുണ്ട ആക്രമണം എന്ന രീതിയിൽ തന്നെ ഒരു പകപോക്കൽ എന്ന രീതിയിൽ തന്നെ നടന്നിട്ടുണ്ടാകാമെന്നൊരു വിലയിരുത്തലിലേക്ക് പോകുമ്പോഴാണ് ഇയാൾ ഈ ആശ്രമത്തിലായിരുന്നു എന്ന അവസാന സമയത്ത് ആശ്രമത്തിലായിരുന്നു എന്നൊരു വിവരം കിട്ടുന്നത്. അങ്ങനെയാണ് ഇത് ആശ്രമത്തിലേക്കും നീളുന്നതും. പിന്നീട് പോലീസിന് കിട്ടിയ ചില വിവരങ്ങളുണ്ട്, നിർണായക വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ആശ്രമത്തിനകത്തേക്ക് അന്വേഷണം ചെല്ലുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ 3 പേരെ അടക്കം കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. ആശ്രമം നടത്തിപ്പുകാരനായ ഒരു പാസ്റ്റർ കൂടി ഉണ്ട് എന്നതാണ് മനസ്സിലാകുന്നത്. അപ്പോൾ അതിനകത്ത് എന്താണ് നടന്നിട്ടുള്ളത്? ഇയാളെ ആക്രമിച്ചവർ അവിടെ നേരത്തെ ഉണ്ടായിരുന്നവരാണോ, അതോ പിന്നീട് ഇവിടേക്ക് എത്തിയതാണോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട്. എന്തായാലും കൊടുങ്ങല്ലൂർ പോലീസ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്വേഷണം നടത്തുകയാണ്. ടോം. യെസ് ഡാനി, നിലവിൽ 3 പേർ ഈ കേസുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ കസ്റ്റഡിയിലുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ അന്തേവാസികൾ, അതായത് അന്തേവാസിയുടെ ആക്രമണത്തിലാണ് പരിക്കേറ്റതെന്ന് പറയുന്നുണ്ട്. ഈ അഗതി മന്ദിരത്തിന്റെ നടത്തിപ്പുകാർ ഉൾപ്പെടെ, അതായത് പാസ്റ്റർ ഉൾപ്പെടെയാണ് പിടിയിലായിട്ടുള്ളത്. എന്താണ് ഇവരുടെ പങ്കെന്ന് എന്തെങ്കിലും സൂചനകളുണ്ടോ? കാരണം ഇപ്പോഴും ഈ കേസുമായി ബന്ധപ്പെട്ട് ചില അവ്യക്തതകളുണ്ടല്ലോ. ടോം, ഇവർക്ക് പരിക്കേൽപ്പിച്ച ശേഷം ഇവരെ കൊണ്ട് കളയുകയായിരുന്നു, ഉപേക്ഷിക്കുകയായിരുന്നു എന്നാണ് പോലീസിന് ഇതുവരെ കിട്ടിയിട്ടുള്ള വിവരം. അവരെ ഇവിടുന്ന് കൂനമാവിൽ നിന്ന് കൊടുങ്ങല്ലൂർ വരെ എത്തിച്ചു എന്നതാണ്. ആ കൊടുങ്ങല്ലൂരിൽ എത്തിച്ചതിന് ശേഷം അവിടെ ആളൊഴിഞ്ഞെടുത്ത് ഉപേക്ഷിച്ച ശേഷം കടന്നു കളയുകയായിരുന്നു. അപ്പോൾ കൃത്യമായ രീതിയിൽ തന്നെ ഇയാളെ ഇവിടെ നിന്ന് യാതൊരു തെളിവുമില്ലാത്ത രീതിയിൽ തന്നെ ഇവിടെ നിന്ന് കുറച്ച് ദൂരെ അകലേക്ക് മാറ്റുന്നു എന്നതാണ്. കൊടുങ്ങല്ലൂരാകുമ്പോൾ തൃശ്ശൂർ ജില്ലയുടെ ഒരു പരിധിയിലേക്കെല്ലാം തന്നെ എത്തി അവിടെ ആളൊഴിഞ്ഞെടുത്ത് ഉപേക്ഷിച്ച് കടന്നു കളയുകയായിരുന്നു ഇവർ ചെയ്തിരുന്നത്. അപ്പോൾ അത് ഈ ആശ്രമത്തിൻ്റെ അകത്ത് വെച്ച് ഈ സംഭവങ്ങൾ നടന്നു എന്നത് പുറം ലോകം അറിയാതിരിക്കാൻ വേണ്ടി ചെയ്തതാണോ, അല്ല എങ്കിൽ കൃത്യമായി ഇയാൾ മരണപ്പെട്ടു എന്ന രീതിയിലേക്കടക്കം ചെന്നപ്പോൾ, കാരണം ഇയാളുടെ പരിക്കുകളെല്ലാം ഗുരുതരമാണ്, ഇതിനകത്ത് വെച്ചാണ് ഈ രീതിയിലടക്കമുള്ള പരിക്കുകളേറ്റ. അപ്പോൾ ഇത്രയും അധികം പരിക്ക് ഏൽക്കാനുള്ളൊരു സാഹചര്യം, കത്തിയുണ്ട ഇത്രയും അധികം കുത്തി ഇയാളെ മുറിപ്പെടുത്തുന്നു, അതിനുശേഷം ഈ രീതിയിൽ മൃഗീയമായി ആക്രമിക്കുന്നു. ഇതിന് തക്ക സാഹചര്യം അതിനകത്ത് എങ്ങനെയുണ്ടായി, അല്ലെങ്കിൽ ഈ കാര്യങ്ങൾ നടക്കുമ്പോൾ അവിടെ ആരും തന്നെ തടുത്തു നിർത്താനോ അല്ലെങ്കിൽ മറ്റു ബഹളങ്ങളോ ഒന്നും ഉണ്ടായില്ല. അങ്ങനെ നിരവധിയായ ചോദ്യങ്ങൾ ഇതോടൊപ്പം തന്നെ ഉയരുന്നുണ്ട്. വളരെ ദുരൂഹതയും വളരെ നിഗൂഢതയും നിറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ പോലീസ് ഈ ഘട്ടത്തിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂടുതൽ വിശദാംശങ്ങൾ നൽകുന്നില്ല. കാരണം ഇവരെ ചോദ്യം ചെയ്യൽ പൂർത്തിയാകട്ടെ എന്നതാണ് പറയുന്നത്. ഇതിൽ പിടിയിലായ ഇതിൻ്റെ പാസ്റ്റർ അടക്കം ഇത്തരം കാര്യങ്ങളിൽ വ്യക്തത വരുത്തേണ്ടതുണ്ട്. കാരണം അവിടെ ഈ സ്ഥാപനത്തിൻ്റെ വാഹനം അടക്കമാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് എന്നത് അടക്കം തെളിയേണ്ടതുണ്ട്. ഇതിൽ ആരൊക്കെയാണ് സഹായികളായി ഉണ്ടായിരുന്നത്, മറ്റു 2 പേർ ആരാണ്, അതിൽ ഈ പരിക്ക് ഏൽപ്പിച്ച ആളുണ്ടോ, ഇങ്ങനെ ആക്രമണം നടത്തിയ ആളുണ്ടോ, എങ്കിൽ അയാളുടെ പശ്ചാത്തലം എന്താണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കണം. വളരെ ഗൗരവതരമായിട്ടുള്ളത് ഇത് ഈ അന്തേവാസികൾ മാനസിക അസ്വസ്ഥത പ്രകടിപ്പിക്കുന്നവരുണ്ടെങ്കിൽ ആ രീതിയിൽ സംഭവിച്ചു പോയ കാര്യമാണോ, അല്ല എങ്കിൽ കരുതിക്കൂട്ടി ഇതിനകത്ത് ഈ രീതിയിലൊരു കൃത്യം ഇയാളെ ടാർഗറ്റ് ചെയ്ത് നടന്നിട്ടുണ്ടോ എന്നതാണ്. അങ്ങനെയെങ്കിൽ അതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷണം നടത്തേണ്ടി വരും. ഏതായാലും പോലീസ് ഇന്ന് വൈകിട്ടോടുകൂടി ഇതിന്റെ തീർച്ചയായും അതേക്കുറിച്ച് വിശദമായി തന്നെ പരിശോധിക്കണം. ഡാനി, അങ്ങനെയെങ്കിൽ ഈ ആലപ്പുഴയിൽ നിന്നാണ് ഇയാളെ തട്ടിക്കൊണ്ടുവന്നത്. ആരാണ് തട്ടിക്കൊണ്ടുവന്നത്? ഈ അഗതി മന്ദിരത്തിന്റെ വാഹനത്തിലാണ് തട്ടിക്കൊണ്ടുവന്നതും കൊണ്ടുപോയി ഉപേക്ഷിച്ചതെന്നും പറയുന്നുണ്ട്. ഇതൊരു കൊട്ടേഷൻ ആക്രമണമെന്ന് കരുതേണ്ടതുണ്ടോ? ഏറ്റവും അങ്ങനെ കരുതിയാലും അതിൽ കുറച്ച് വസ്തുതകൾ കൂടിയുണ്ട്. കാരണം ഇയാളുടെ ഒരു പശ്ചാത്തലം ആ രീതിയിലുള്ളതാണ്, ക്രിമിനൽ പശ്ചാത്തലം നിറഞ്ഞ ഒരാളാണ്. അപ്പോൾ ഒരുപക്ഷെ തട്ടിക്കൊണ്ടുപോരാനുള്ള ഇതിൻ്റെ തുടക്കത്തിൽ വന്നിരുന്ന ഒരു പോലീസിൻ്റെ പ്രാഥമിക സംശയം എന്ന് പറയുന്നത് ആ രീതിയിലുള്ളതായിരുന്നു. ഒരു കുടിപ്പക തീർക്കുന്ന രീതിയിലേക്ക് ഇയാൾക്ക് നേരെ ഈ ആക്രമണം നടന്നു എന്നതടക്കമുള്ള കാര്യങ്ങളായിരുന്നു ആദ്യഘട്ടത്തിൽ വന്നിരുന്നത്. പിന്നീടാണ് ഇതിന് മറ്റൊരു ദിശയിലേക്ക് ഇത് തിരിയുന്നത്, ആരും പ്രതീക്ഷിക്കാത്ത ആ രീതിയിലേക്ക് ഇത് മാറുകയും ചെയ്യുന്നത്. അപ്പോൾ
ഇതിൽ എന്താണ്, ആർക്കാണ് കൃത്യമായൊരു പങ്ക്, ആരുടെ ഇടപെടലാണ് ഇക്കാര്യങ്ങളിലെല്ലാം ഉണ്ടായിട്ടുള്ളത് എന്നതടക്കമുള്ള കാര്യങ്ങൾ പോലീസിൻ്റെ വിശദമായ ചോദ്യം ചെയ്യലിലൂടെ മാത്രമേ കൂടുതൽ വ്യക്തതയിലേക്ക് വരികയുള്ളൂ. നിലവിൽ ഇന്നലെ ഈ സംഭവത്തിലേക്ക് കുറച്ചുകൂടി പോലീസ് അന്വേഷണം നടത്തുന്നുണ്ടായിരുന്നു. അപ്പോൾ മുതലുണ്ടായിരുന്ന ആദ്യഘട്ടത്തിലുണ്ടായിരുന്ന ഒരു സംശയം എന്ന് പറയുന്നത് കൊട്ടേഷൻ സംഘങ്ങളെക്കുറിച്ച് തന്നെയായിരുന്നു ആദ്യഘട്ടത്തിലുണ്ടായിരുന്ന സംഭവം. പിന്നീടാണ് കുറച്ചുകൂടി ഒരു ദീർഘമായ ഇത് സംബന്ധിയായ അന്വേഷണത്തിലാണ് ഈ രീതിയിലേക്ക് കാര്യങ്ങളുണ്ട്, ഇങ്ങനെ ചിലരുടെ കൂടി അതിൽ ഇൻവോൾവ്മെൻ്റ് ഉണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ പോലീസിന് വ്യക്തമാകുകയും തുടർന്ന് കസ്റ്റഡിയിലേക്ക് അടക്കം നീങ്ങുകയും ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നത്. ഏതായാലും ഇത്തരം കാര്യങ്ങളിൽ കൂടുതൽ അന്വേഷണത്തിലേക്ക് തന്നെ നീങ്ങിയാലേ ഇതിൽ ഏതെങ്കിലും രീതിയിലെ പകപോക്കലാണെങ്കിൽ അതിൽ ആരെയെങ്കിലും ഈ വാടകയ്ക്ക് എടുത്തുകൊണ്ട് കൊട്ടേഷൻ സ്വഭാവത്തോടുകൂടി തന്നെ നടത്തി തീർത്തതാണോ, അതോ ഇതിൽ ഈ ആശ്രമത്തിൻ്റെ പങ്കെന്താണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ തെളിയിക്കപ്പെടേണ്ടതുണ്ട്. അതിൽ കൃത്യമായ അന്വേഷണവും നടക്കേണ്ടതുണ്ട്. ഏതായാലും കൂനമ്മാവിലുള്ള ഈ ഒരു കേന്ദ്രത്തെക്കുറിച്ചും കൂടി പോലീസ് അന്വേഷിക്കുന്നുണ്ട്. അത്തരം അന്വേഷണങ്ങളുടെ എന്താണ് സംഭവിച്ചത് എന്നതിന് സംബന്ധിയായ കാര്യങ്ങളിലുള്ള വിശദമായൊരു ചിത്രം ഒരുപക്ഷെ വൈകുന്നേരത്തോടു കൂടി തന്നെ വ്യക്തമാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ടോം. വ്യക്തമാണ്. കൊച്ചിയിൽ നിന്ന് ഡാനി പോളാണ് വിവരങ്ങൾ നൽകിയത്. മറ്റൊരു പ്രധാനപ്പെട്ട